പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനിക്ക് ആകെ വിഷമമാണ് നവ്യയുടെ കാര്യം ഓർത്തിട്ട്. ഏതായാലും നയനയോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നവ്യനെ അറിയിക്കണ്ട. അഭി നന്നായിട്ട് സ്നേഹിച്ചു തുടങ്ങിയതിൻ്റെ ഒരു മനസ്സമാധാനം അവൾക്കുണ്ടല്ലോ, ആ സമാധാനത്തോടെ തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ, സുഖപ്രസവം നടക്കട്ടെ എന്നൊക്കെ നയനയോട് പറയുന്നുണ്ട് ദേവയാനി. ഈ സമയം കനകയുടെ മടിയിൽ ആകെ വിഷമിച്ച് വേദനയൊക്കെ സഹിച്ച് കിടക്കുന്ന നമ്മുടെ നവ്യ കാണിക്കുന്നുണ്ട്. കനക തലയിലൊക്കെ തലോടി കൊടുക്കുന്നുണ്ട്. പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ വീട്ടിൽ കിടത്തി തലോടിയിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും ആവട്ടെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അഭിക്ക് ആകെ ടെൻഷനായി അനഘ മരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാരായ ഗുണ്ടകളോട് പറയുന്നുണ്ട്, അവളുടെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, അവളുടെ മരണം അപ്പോൾ തന്നെ ഉറപ്പാക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഭി ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത്. പിന്നെ നമ്മുടെ ദേവയാനിയെ കാണിക്കുന്നു. ദേവയാനി പറയുവാണ്, ആരോരും ഇല്ലാത്തൊരു കുട്ടിയാണ്, അവളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ സങ്കടമാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയുമ്പം ആദർശിന് ആകെ വിഷമാവുന്നുണ്ട്. ചന്തുമോളുടെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി നിന്നിട്ട് ആദർശ് മോളെ എടുക്കുവാണ്. അന്നേരം നവ്യം ഇതൊക്കെ നോക്കി അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.